താഹിർ മുഹമ്മദ്, ഏറ്റവും ബഹുമാനിയായ മാനേജർ ശ്രീമതി മായ ശ്രീകുമാർ, ഈ കെന്നഡി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത മുൻ കേന്ദ്രമന്ത്രിയും ആലപ്പുഴയുടെ പ്രിയപ്പെട്ട MP-യുമായ ശ്രീ KC വേണുഗോപാൽ അവർകൾ, വേദിയിലെ ഏറ്റവും ബഹുമാന്യരെ, സ്കൂളിലെ അധ്യാപകരെ, ഏറ്റവും പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ജോൺ എഫ് കെന്നഡി സ്കൂളിൻ്റെ 63-ാം വാർഷികം ഈ നാടിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് നിങ്ങളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട നമ്മുടെ MP ഇവിടെ പറഞ്ഞതുപോലെ ഞാനിവിടെ നിൽക്കുമ്പോഴും മേക്കപ്പൊക്കെ ഇട്ട് വേദിയിലേക്ക് വരുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് കുരുന്നുകളെ എനിക്കിവിടെ നിന്ന് കാണാൻ കഴിയും. എത്രയും വേഗം അവർക്കായി വേദി ഒഴിയണമെന്നുള്ളത് കൊണ്ട് ദീർഘമായി ഒരു സംസാരത്തിന് ഞാൻ മുതിരുന്നില്ല. മായ ടീച്ചറും അതുപോലെ എൻ്റെ വളരെ അടുത്ത സ്നേഹിതനായ സിറിലും ഗംഗാറാമും എല്ലാം നമ്മുടെ എല്ലാം ഒരു കുടുംബം ആണ് എന്നുള്ളത് കൊണ്ട് ഈ സന്തോഷ ദിവസം കേവലമായ സാന്നിധ്യം കൊണ്ട് ഇതെല്ലാം പങ്കെടുത്തു പോവുക എന്നത് മാത്രമേ ഞാൻ ലക്ഷ്യം വയ്ക്കുന്നുള്ളൂ. ഒരു പ്രസംഗത്തിനൊന്നും തന്നെ ഈ അവസരം വിനിയോഗിക്കുന്നില്ല. ഈ വർഷത്തെ ജില്ലാ സ്കൂൾ കലോത്സവം കൊട്ടാരക്കരയിൽ വെച്ചാണ് നടന്നത്. ഞാനതിൻ്റെ സമാപന സമ്മേളനത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഓരോ ഐറ്റത്തിൻ്റെയും റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കരഘോഷം ഉയർന്നത് കെന്നഡി സ്കൂളിലെ കുട്ടികൾ ഇരുന്ന സ്ഥലത്താണ്. പിന്നീട് അവിടെ വെച്ച് തന്നെ നമ്മുടെ കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ സ്കൂളായിട്ട് കെന്നഡി സ്കൂളിന് ട്രോഫി കൊടുക്കുമ്പോൾ ആ വേദിയിൽ കൊട്ടാരക്കരയിൽ ഞാനും ഉണ്ടായിരുന്നു. വളരെയധികം സന്തോഷം തോന്നി. സ്കൂളിൻ്റെ അധ്യാപകരും മാനേജ്മെൻറ്റും PTA-യും എല്ലാം വളരെ സമർപ്പണത്തോടുകൂടി കുട്ടികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി ഇടപെടലുകൾ നടത്തുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. ദീർഘമായി പ്രസംഗിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ദീർഘമായി പ്രസംഗിക്കുന്നതും ശരിയല്ല. അതുകൊണ്ട് ഒറ്റ വാക്കിൽ ഞാൻ എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. എന്നോട് പാട്ടുകൂടി പാടണമെന്ന് പറഞ്ഞു. ഞാൻ വൈറൽ ഫീവറൊക്കെ ആയി തൊണ്ട ഒക്കെ അടച്ച് പനിയൊക്കെ ആയിരിക്കുകയാണ്. പിന്നെ നമ്മൾ പ്രൊഫഷണൽ പാട്ടുകാരനൊന്നുമല്ല. എന്നാലും ഇത്രയും പേര് സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഒരാവശ്യം പറഞ്ഞപ്പോൾ അത് നിഷേധിച്ചു പോകുന്ന അത് അഹങ്കാരമാകും. അതുകൊണ്ട് ഞാൻ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഭാവഗായകൻ P. ജയചന്ദ്രൻ അടുത്തിടെയാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള ഒരു ഓർമ്മ കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്താൻ കൂടിയിട്ടുള്ള ഒരവസരമായി കൂടി കണ്ടുകൊണ്ട് P. ജയചന്ദ്രൻ പാടിയ ഒരു തമിഴ് പാട്ടിൻ്റെ 2 വരിയും മലയാളം പാട്ടിൻ്റെ 2 വരിയും കൂടി പാടിക്കൊണ്ട് ഞാൻ ആ ആവശ്യത്തോട് നീതി പുലർത്താം.